നോ പ്രോബ്ലം. അതൊരു മാധ്യമധർമ്മമാണ്. എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമാണല്ലോ. പക്ഷേ ബോയ്സ് ഹൈസ്കൂൾ തന്നെയാണ് ഇത്തവണയും നമ്മൾ പ്രധാന വേദിയായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത്. പന്തൽ കെട്ടിയത് പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ മാംസഭക്ഷണം കൊടുക്കുമെന്ന് ചേങ്കുട്ടി സാർ പറഞ്ഞായിരുന്നു. നമസ്കാരം, സാബു സാറാണ് കൂടെ ഉള്ളത്. സാബു സാറിനെ ഞാൻ ഈ റവന്യൂ ജില്ലാ കലോത്സവം തുടങ്ങുന്ന അന്ന് മുതൽ ഞങ്ങളും ഈ 5 ദിവസത്തിൻ്റെ പിറകെ തന്നെ ഉണ്ട്. എല്ലാ വേദിയിലും ഓടി അതേപോലെ ഞാൻ എപ്പോഴും കാണുന്ന കാഴ്ച സാബു സാർ കിടന്ന് ഓടുന്നതാണ്. നമുക്ക് കൈതരാൻ പോലും സമയമില്ല. ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഓടുകയല്ലേ സാറേ. എന്നാലും സമാധാനമായി 5 ദിവസത്തെ മേള ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റോറിക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു സംഘാടന മികവ് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ കലേടി നമ്മൾ കവർ ചെയ്തിരിക്കാൻ പറ്റില്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് കവർ ചെയ്യാണ്. വിഷയം ബഹളം ഉണ്ടാക്കുമ്പോൾ കവർ ചെയ്യേണ്ടി വരും. നോ പ്രോബ്ലം. അതൊരു മാധ്യമധർമ്മമാണ്. എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമാണല്ലോ. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായിട്ട് 10,000-കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും വരുന്ന ഒരു സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ആ പ്രശ്നം കൂടുതൽ വഷളാവാതെ നോക്കുക എന്നുള്ളതാണ് സംഘാടന മികവ്. നമുക്കറിയാം, 10,000-ഓളം വിദ്യാർത്ഥികളാണ് 13 വേദികളായി, കൃത്യമായി പറഞ്ഞാൽ 14 വേദികളായി തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഇവിടെ മാറ്റിവെച്ചത്. അത് നേരത്തെ ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഡിസംബർ 1 മുതൽ 5 വരെ ഈ പരിപാടി നടത്തണമെന്നുള്ളത്. അത് തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾക്കറിയാം, കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, ഓരോ അധ്യാപക സംഘടനകളാണ് നമ്മുടെ ഈ മേളയുടെ പ്രധാന നടത്തിപ്പുകാർ. ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ബോയ്സിൻ്റെ പിന്നെ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ്. പിന്നെ അവിടെ CSI അവിടെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു സംവിധാനം ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അത് സാറൊന്ന് പറയാം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമുക്കറിയാം, ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും ഡയറ്റ് സ്കൂളും ടൗണിപ്പ് സ്കൂളും വേദികളായിക്കൊണ്ട് ഇതിനു മുമ്പ് നമുക്ക് ആറ്റിങ്ങൽ മേള നടന്നിട്ടുണ്ട്. പക്ഷേ ബോയ്സ് ഹൈസ്കൂൾ തന്നെയാണ് ഇത്തവണയും നമ്മൾ പ്രധാന വേദിയായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത്. പന്തൽ കെട്ടിയത് പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പന്തൽ കാൽനാട്ട് കർമ്മമൊക്കെ അവിടെയായിരുന്നു. സ്വാഗതസംഘം വിളിച്ചതും ബോയ്സ് സ്കൂളിലായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ കർശന നിർദ്ദേശങ്ങൾ വന്നതുകൊണ്ടാണ് ആ സ്കൂളിനകത്തേക്ക് നമുക്ക് ഈ മത്സരങ്ങളുമായിട്ട് പോകാൻ കഴിയാതെ പോയത്. അപ്പോൾ പകരം സംവിധാനം എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംഘാടക സമിതി യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണ് നമുക്കത് CSI സ്കൂളും അതുപോലെ നമ്മുടെ സമീപത്തുള്ള മറ്റ് കൊച്ചു സ്കൂളുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഈ മേള ഭംഗിയാക്കാം. പക്ഷേ അപ്പോൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പ്രതിസന്ധിയാണ് നമ്മൾ നേരിട്ടത്. ഭക്ഷണശാല നടത്താൻ സൗകര്യമുള്ള ഒരേ ഒരു സ്ഥലം ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അവിടെ നിന്ന് എങ്ങനെ ഈ വേദികളിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം അധ്യാപകരുടെയോ അല്ല, വിവിധ സബ് കമ്മിറ്റികളിലായിട്ട് 1000-ലധികം അധ്യാപകരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. നമ്മുടെ മാംസഭക്ഷണം കൊടുക്കുമെന്ന് ചേങ്കുട്ടി സാർ പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ പറഞ്ഞു, ഒരു ദിവസങ്ങളിൽ ബിരിയാണി കൊടുക്കാമായിരുന്നു, ബിരിയാണി കൊടുക്കാത്ത. നമുക്ക് ഈ പറഞ്ഞ പോലെ അന്ന് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്തത്. പക്ഷേ കലോത്സവ വേദികളിൽ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജില്ലാ കലോത്സവമാണ്. സംസ്ഥാനതല മേളയിൽ അതങ്ങനെ കൊടുത്ത് അദ്ദേഹം അതിൻ്റെ ഒരു മാതൃക കാണിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ആ കാര്യം ആലോചിക്കുന്നതിനെക്കുറിച്ച് ഏതെങ്കിലും പഴയുടെ നമ്പരോട് സംസാരിച്ചു. അദ്ദേഹം സംസ്ഥാന കായിക മേളയിലൊക്കെ മാംസം വിതരണം ചെയ്തിട്ടുള്ള നല്ല അവർക്ക് ആരോഗ്യം വേണമല്ലോ, പിള്ളേരല്ലേ, കളിക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ നമ്മുടെ സംസ്ഥാന മേളയ്ക്ക് വേണ്ടി അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടം ചിക്കനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിള്ളേർ ഉത്സാഹ ആൾക്കാരൊക്കെ ആവുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട് എല്ലാവർക്കും. അല്ലേ സാറിനും ഇല്ലേ? അത് കുറച്ച് നമുക്ക് ഭക്ഷണത്തിൽ തരംതിരിവിൻ്റെ കാര്യമൊന്നുമില്ല. അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാണ്. ഏതായാലും അതെല്ലാം മറച്ചു വയ്ക്കൂ. കാരണം 5 ദിവസമായിട്ട് നടക്കുന്ന മഹാമേള ചെറിയ ചില പരാതികളല്ലാതെ, ഒരു വലിയ പരാതി ഇല്ലാതെ ഈ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പേരത്തിൽ അധ്യാപികമാരെയും വിദ്യാർത്ഥിയൊക്കെ നമ്മൾ കണ്ടാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചൂണ്ടിക്കാണിക്കുക, അതിനെ വിട്ടുപോയി ക്ഷമിക്കുക. കാരണം എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നിന്നൊരു മേളയെ ഒരു ഉത്സവമാക്കി, ഒരു വൻ വിജയമാക്കി തീർത്തു എന്നതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതിൻ്റെ പിറകിലുള്ള എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.